ഹായ്, സംതൃപ്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ഈവനിങ് സ്നാക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. റാഗി കൊണ്ടുള്ളൊരു ഇലയുടെയാണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ശർക്കര, കുറച്ച് നിലക്കടല പൊടിച്ചത്, 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്. അപ്പോൾ നമുക്ക് ശർക്കര ആദ്യം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കരയിലേക്ക് 2 സ്പൂൺ വെള്ളം ചേർത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ കരട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കരട് ഉണ്ടെന്ന് തോന്നിയാൽ ഇത് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് ഫ്രൈ ആവുമൊന്നും വേണ്ട. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടല കൂടി ചേർക്കാം. അപ്പോൾ നിലക്കടല ചേർത്ത് കഴിയുമ്പോൾ ഇതിന് വല്ലാത്തൊരു സ്വാദാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റാഗിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ ഇവിടെ 1.5 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2.5 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് റാഗിപ്പൊടി ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ ചെയ്യുമ്പോൾ ആ മാവ് എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ. ഇപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പോലെ ഇത് നല്ലപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അട പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് റാഗി ഒരു ബോളിൻ്റെ രൂപത്തിലെടുക്കാം. നമ്മൾ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം ഇത് പരത്താൻ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് പരത്തിയെടുക്കാം. ഇത് 2 രീതിയിൽ പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതൊന്ന് മടക്കിയെടുക്കാം. ഇനി വേറെ രീതിയിൽ എങ്ങനെ പരത്താമെന്ന് നോക്കാം. ഇലയിലേക്ക് നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് അതിലേക്ക് വെക്കാം. ഇനി അതിൻ്റെ മേലെ നമുക്ക് വേറൊരു വാഴയില വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോല് കൊണ്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും ഇത് നല്ല നൈസായിട്ട് കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്ത് മടക്കിയെടുക്കാം. കണ്ടോ, നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.